കാൽക്കരുത്തിന്റെ ആവേശത്തിരയിളക്കത്തെ ഗ്യാലറികൾ നിറഞ്ഞൊഴുകി. അഖില കേരള ജനകീയ ഫുട്ബോൾ മത്സരം കോഴിക്കോട് പൂനൂർ ജാസ് നേരാത്ത് ജേതാക്കളായി. മലപ്പുറം കുനിയിൽ അരുണോദയം ടീമിനെ പരാജയപ്പെടുത്തിയാണ് വിജയികളായത്. ഇരു ടീമുകളും സമനിലയിൽ 50 മിനിറ്റ് മത്സരം. കാനികളെ മുൾമുനയിൽ നിർത്തിയുള്ള ഉഗ്രൻ പോരാട്ടങ്ങളുടെ മത്സരങ്ങളാണ് മഞ്ഞപ്പെയ്യും കുളിർമയുമായി വേദി സാക്ഷിയായത്. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമനില പിടിച്ച് കരുത്തു തെളിയിച്ചതോടെ അവസാനം നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തിയത്. ഇതോടെ പൂൾ എ പ്രഥമ മത്സരത്തിൽ കനത്ത പോരാട്ടത്തിലൂടെ എരഞ്ഞിമാവ് എയ്ക്കോ ടീമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിലൂടെ പരാജയപ്പെടുത്തിയാണ് ജാസ് ടീം വിജയഗാഥ ആരംഭിച്ചത്. ഒടുവിൽ ജാസ് നേരോത്ത് ഫൈനലിലും ജേതാക്കളായി വിജയമുന്നേറ്റം നിലനിർത്തിയത്. വ്യാഴാഴ്ച രാത്രി ദർസി മൈതാനം ഫുട്ബോൾ ആരാധകരുടെ ആരവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഗ്രാമമെങ്ങും അനുരണമാക്കുന്ന മനോഹര ദൃശ്യമായിരുന്നു. രാത്രി 9:30 ആരംഭിച്ച ഫൈനൽ മത്സരത്തിൽ 5 മിനിറ്റ് പിന്നിട്ടപ്പോൾ കുനിയിൽ അരുണോദയം തീ മുതിർത്തുവിട്ട അത്യുഗ്രൻ ഷോട്ട്. ജാസിന്റെ 3-ാം നമ്പർ താരം ശരത് തടുത്തതോടെ 5-ാം മിനിറ്റ് ആശ്വാസത്തിന്റെ നെടുവീർപ്പായി. ഇതോടെ 10-ാം മിനിറ്റ് മുതൽ ജാസ് ടീമിലെ അക്ഷയ്, സാലിം, ആസിഫ് ഖലിൽ, കുഞ്ഞി തുടങ്ങിയവരുടെ കരുത്താർജിച്ച മാസ്മരിക പ്രകടനവുമായി തന്ത്രങ്ങൾ പയറ്റി തുടങ്ങുന്ന കാഴ്ചകൾ ഗ്യാലറികളിൽ ആർപ്പിളികളുടെ ആരവങ്ങളായി. അതേസമയം 8 തവണ വിജയകിരീടം ചൂടിയും ദേശീയ താരങ്ങളുമായ കുനിയിൽ അരുണോദയം ടീമിലെ സിദാനും ഫർഹാൻ ഭായും ഗ്രൗണ്ടിലുടനീളം നിറഞ്ഞു കളിച്ചതും കാനികളെ ആവേശമാക്കി. 2 പകുതിയിലും ഗോൾ രഹിത സമനില തെളിഞ്ഞു. തുടർന്ന് 7 ഗോളുകൾ വീതം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീണ്ടും സമനില പിടിച്ചു. അവസാന അടവായ നറുക്കെടുപ്പിലൂടെ ജാസ് നേരോത്ത് ജേതാക്കളായി പ്രഖ്യാപിച്ചത്. ഡിജിറ്റൽ വെടിക്കെട്ടിന്റെയും പൂത്തിരിയുടെ വർണ്ണവിസ്മയ കാഴ്ചകളിൽ കർണാടകയുടെ നന്ദിനി മിൽക്ക് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശിവാസ്വാമി ഇരു ടീമുകളിലെ കളിക്കാരെ പരിചയപ്പെട്ടാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. കർണാടകയുടെ പരിശുദ്ധമായ നന്ദിനി മിൽക്കിപാൽ കമ്പനിയുടെ പേരിൽ കാണികൾക്കും കായിക താരങ്ങൾക്കും ആശംസകൾ നേർന്നു. From KMF Nandini, on behalf of Government of Karnataka and on behalf of Honorable Chief Minister of Karnataka and Animal Husbandry Ministry of Karnataka, I present here. I wish you all the best for both the teams from Nandini. Cow milk, pure cow milk. Nandini milk is very pure. Everyone has to drink Nandini milk and play the game very richly. Once again, I wish all the best to all the players and all the who presented here to play the game. Thank you all. സംഘാടക സമിതി ചെയർമാൻ ബന്ന ചേന്ദമംഗല്ലൂർ, വൈസ് ചെയർമാൻ CK അബ്ദുൽ വഹാബ്, ജനറൽ കൺവീനർ CT അദീബ്, ജോയിന്റ് കൺവീനർ റാഫി, സുബൈർ തോട്ടത്തിൽ, മോഡ മുഹമ്മദ്, നാച്ചു തുടങ്ങിയവർ അനുഗമിച്ചു. സഹോദരന്റെ ചികിത്സ ഫണ്ടിലേക്ക് ധനസമാഹരണത്തിനാണ് ജനകീയ കമ്മിറ്റി 15 ദിവസം നീണ്ട 16 ടീമുകൾ മത്സരിച്ച ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.